ഐനൂസ് ഉണ്ടല്ലോ കളിക്കാനാന്ന് പറഞ്ഞ് പുറത്തോട്ട് പോയിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് ഞാൻ ചെന്ന് നോക്കിയപ്പോൾ കണ്ട കാഴ്ചയാണ് കേട്ടോ ഇത്. ഇവള് കളിക്കാനാണോ അതോ കൽപ്പണിക്കാണോ പോയെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല കേട്ടോ. അമ്മാതിരി ആയിട്ടുണ്ടായിരുന്നു. മേലൊക്കെ മണ്ണും അതുപോലെ തന്നെ കല്ലിലൊക്കെ ആകെ കുഴഞ്ഞ് മറിഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. ഏതായാലും നനഞ്ഞതല്ലേ ഇനി കുളിച്ച് കയറാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ചും കൂടെ നേരം അവളവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവളെങ്ങനെ എപ്പോഴൊന്നും ഇങ്ങനെ കളിക്കില്ലല്ലോ. അപ്പോൾ എന്തായാലും അവൾ ഒത്തിരി നേരം കളിച്ചിട്ട് എന്തായാലും കയറുമെന്ന് വിചാരിച്ചു. അങ്ങനെ അവൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവളെ നേരെ കുളിപ്പിച്ച് അവൾക്ക് ഫുഡൊക്കെ കൊടുത്തപ്പോഴത്തേക്കും ഷിനിക്കാൻ്റെ ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നേ. കുറച്ച് നേരം നിന്നിട്ട് ഷിനിക്കാൻ്റെ ഏട്ടൻ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ പണിയിലോട്ട് കടന്നിട്ടുണ്ട്. അടിച്ചു വാരി തുടക്കാൻ വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് മുന്നേ ഞാൻ മീനൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ മീനൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ പോയി കുളിച്ചിട്ടുണ്ടായിരുന്നു. ആ മീനിൻ്റെ ആ ഒരു മണം നമുക്ക് മേത്ത് ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ഞാൻ മീൻ കട്ട് ചെയ്ത് ഉടനെ തന്നെ കുളിക്കും കേട്ടോ. അപ്പോൾ എൻ്റെ ഏകദേശം പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് രാവിലത്തേക്കുള്ളത്. അപ്പോൾ ഇനി ഉച്ചക്കത്തേക്കുള്ള കറിയാട്ട് വെക്കുന്നത്. ഞാനിന്ന് ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് സവാള അതുപോലെ തന്നെ തക്കാളിയും പച്ചമുളകൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് വേളൂരിയാണ് കറിക്കായി കിട്ടിയേക്കുന്നത്. അപ്പോൾ അതെല്ലാം ഇട്ട് കൊടുത്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് തിരുമ്പി കൊടുത്തിട്ട് നേരെ അടപ്പത്തോട്ട് വെക്കാം കേട്ടോ. അത്രയേ ഉള്ളൂ. എൻ്റെ മീൻകറിയൊക്കെ സിമ്പിളാണ് ഭയങ്കര. ഇതെൻ്റെ ഉമ്മയുടെ റെസിപ്പിയാണ് കേട്ടോ. ഉമ്മ ഉണ്ടാക്കുന്ന മീൻകറി അടിപൊളിയാണ്. പക്ഷെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ അയലത്ത് പോയിട്ട് വരില്ല കേട്ടോ. അത് പിന്നെ അങ്ങനെയാണല്ലോ. ഉമ്മമാരെ കൈപ്പുണ്യം ഒരു പ്രത്യേകത തന്നെയാണല്ലോ. അങ്ങനെ ഞാൻ മീൻ വറുക്കാനുള്ളതിലോട്ട് അരപ്പൊക്കെ തേച്ച് കുറച്ചെടുത്ത് ഇപ്പോൾ പൊരിക്കും, ബാക്കി എടുത്ത് ഫ്രിഡ്ജിൽ വെക്കും കേട്ടോ. പിന്നെ 2 പുളിക്കഷ്ണവും കൂടി ഇടണ്ടായിരുന്നു. പുളിക്കഷ്ണവും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മീൻ തിളച്ചപ്പോഴത്തേക്കും അല്ലേ കറി തിളച്ചപ്പോഴത്തേക്കും മീൻ കഷ്ണവും ഇട്ട് കൊടുത്തു. അതൊന്ന് തിളച്ച് വന്നപ്പോഴത്തേക്കും വെളിച്ചെണ്ണയും കൊടുത്ത് ഊക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ഇപ്പോൾ മൂടി വെച്ച് കഴിഞ്ഞാൽ അത് വെന്തോളും. കാരണം അധികം വേവില്ലാത്ത മീനാണ്. പിന്നെ മീൻ വറുക്കാനും വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്കും അതിനനുസരിച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ ഞാൻ രാവിലത്തെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇടിയപ്പവും മീൻ കറിയാണ്. അങ്ങനെ എനിക്കും അതിനനുസരിച്ചുള്ള മീനൊക്കെ വറുത്തിട്ട് ഞാൻ രാവിലത്തെ ഫുഡാണ് കേട്ടോ കഴിക്കുന്നത്. ഞാൻ രാവിലെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ മീൻ കറി ആയപ്പോൾ മീൻ കറിയും കൂട്ടിയിട്ടാണ് ഫുഡ് കഴിക്കുന്നത്. ഇടിയപ്പമായിരുന്നേ. അങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അതിനനുസരിച്ച് ഫ്രണ്ട്സ് വന്നത്. അപ്പോൾ അവരോട് കുറച്ച് നേരം സംസാരിച്ച് നിന്നുണ്ടായിരുന്നേ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയുള്ളൂ. നമ്മുടെ വീഡിയോസ് പുതിയതായിട്ടായാലും കാണേണ്ടി ഒന്ന് സപ്പോർട്ട് ചെയ്യണോട്ട്. ബായ്. നിങ്ങൾ ആൾക്കാരെല്ലാം ഇവിടെ ഉണ്ടെന്ന് തോന്നല്ലേ?